അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ഇത്തനോളി ട്രൈബൽ നഗറിലെ 11 കുടുംബങ്ങൾ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഭയന്ന് ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത്. 1998 വെള്ളിക്കുളങ്ങര മോനോടി കനാൽ പരിസരത്ത് കഴിഞ്ഞിരുന്ന 11 കുടുംബങ്ങളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തനോളി ട്രൈബൽ നഗറിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. വനമേഖലയോട് ചേർന്ന് കോസ്റ്റ് ഫോർഡിന്റെ മേൽനോട്ടത്തിൽ പണിതീർത്ത വീടുകൾ ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് മുകളിൽ വലിയ ടാർപോളിൻ ഷീറ്റുകൾ വിരിച്ചാണ് ഇവർ മഴക്കാലത്തെ പ്രതിരോധിക്കുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നെട്ടോട്ടത്തിനിടയിൽ കാടിറങ്ങുന്ന കാട്ടാനകളാണ് ഇവരുടെ നെഞ്ചിടിപ്പുയർത്തുന്നത്. ആനപ്പന്ത വനമേഖലയിൽ നിന്ന് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ഇവരുടെ ഉറക്കം കെടുത്തുകയാണ്. പലതവണ ആനകൾ ഇവരുടെ വീടുകൾക്ക് സമീപത്തെത്തിയതായി ഇവർ പറയുന്നു. സന്ധ്യയായാൽ വന്യമൃഗങ്ങളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസിയായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സാറേ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 20 വർഷത്തോളായി. വീടാകെ ചോർന്നു വെച്ചിട്ട് യാതൊരു നിവൃത്തിയില്ല. പഞ്ചായത്തിൽ എന്ന് പറയാം, അങ്ങനെ പഞ്ചായത്തിൽ പറയുമ്പോൾ അവിടെ ഒരു രേഖയിലും ഒന്നുമില്ല. ഇത് ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല ലോൺ എങ്ങനെ എടുത്തായാലും വീട് ഞങ്ങൾക്ക് പണിത് തീർക്കാം. അതിന് വരെ തരാനായിട്ട് വല്ല പ്രമാണം ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും കൈമലത്തുക. പിന്നെ ഇവിടെ ആനയും കൊണ്ട് ഞങ്ങൾക്ക് കിടന്നു ഓർക്കാൻ ഒരു തൊഴിലുമില്ല, വെട്ടമില്ല, വെളിച്ചമില്ല. ഇന്നുള്ള നടപടിക്കായിട്ടുള്ള സാർമാരൊന്നും ഈ കോളനിക്ക് വന്നില്ല. ഈ കോളനി ഇന്ന് വരെ അറിയപ്പെടാനല്ലേ. അതിനൊരു വഴി നിങ്ങളായിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരം. പലതവണ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും വഴിവിളക്കുകൾ തെളിയിക്കാൻ ഇതുവരെ നടപടിയായില്ല. പല ദിവസങ്ങളിലും രാത്രിയായാൽ തീക്കൂട്ടിയും പടക്കം പൊട്ടിച്ചും വീടുകൾക്ക് കാവലിരിക്കേണ്ട സ്ഥിതിയാണ് ഇവർക്ക്. ഞങ്ങൾക്ക് ഇവിടെ വഴിവട്ടവുമില്ല, ആന ഇറങ്ങിയിട്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ പട്ടയത്തിന്റെ കാര്യം ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണല്ലോ, അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. നാളെ ഇപ്പൊ കലക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നുള്ള വരവും പെട്ടെന്നുള്ള പോക്കായിരുന്നു. ഒരു മനുഷ്യനും ഇവിടെ കണ്ടിട്ടില്ല, കേട്ടില്ല. ഞങ്ങൾ രണ്ടേ കള്ളിയിൽ ചെന്ന് ഞങ്ങള് മീറ്റിംഗ് കൂടി ജഡ്ജിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ ചാനലുകൂടെ ആയിട്ട് എല്ലാവരും അറിഞ്ഞ് ഞങ്ങൾക്ക് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി തരണം. വഴിവട്ടം പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് സമരം ചെയ്തിരിക്കും. വീടുകളോട് ചേർന്ന് സ്ഥാപിച്ച ഫെൻസിംഗ് പലയിടത്തും ആനകൾ നശിപ്പിച്ച നിലയിലാണ്. 1998 മുതൽ ഇവിടെ താമസമാക്കിയെങ്കിലും ഇതുവരെ പട്ടയം അടക്കമുള്ള രേഖകൾ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഞങ്ങൾ 26 കൊല്ലം ഞങ്ങൾ താമസമായിട്ട്. ഇത് ഞങ്ങൾ വന്ന് താമസിക്കുന്ന സമയത്ത് വെട്ടമില്ല, വെളിച്ചിലൊന്നുമില്ല, ഭയങ്കര കാടാ. ഇപ്പോ ഞങ്ങൾ വന്നിട്ട് 26 കൊല്ലം ഞങ്ങൾക്കൊരു വെട്ടോ വെളിച്ചം ഞങ്ങൾക്കില്ല. എല്ലാവരും ആന ഒന്ന് ഓടിപ്പോവാ. എനിക്ക് ഓടാൻ പറ്റും, ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചവാനേ പറ്റുള്ളൂ. പേരണി വെച്ചാൽ അടുക്കള ആകെ ചോരാണ്. പിന്നെ മഴ പെയ്യപ്പോൾ ചുമരുമ്പോടെ വെള്ളം ഇരിക്കും. എനിക്ക് സുഖമില്ലാത്ത ആടാ. എനിക്ക് നോക്കാൻ ഒരു മോൻ ഉണ്ടായുള്ളൂ. ആ മോൻ മറ്റിട്ട് 16 കൊല്ലായി. ഈ പെൻഷൻ കാശുണ്ട്. അത് പെൻഷൻ കാശ് എനിക്ക് ശരിക്കും കിട്ടില്ല. 300 വെച്ച് അവർ 5 മാസം പിടിച്ചാണ് എൻ്റെ ഇന്ന് വരാം. അങ്ങനെ ജീവിക്കുന്ന ഒരാളാ ഞാൻ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇവിടെ എത്തുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ളവർ വലിയ വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഇവർ പറയുന്നു. വഴിവിളക്കുകളെങ്കിലും ശരിയായ വിധം തെളിയിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത്. പിന്നെ ആന വരവുണ്ട്, ലൈറ്റ് അവിടെ ഇട്ട് തരാൻ വേണ്ടി അവരാരും ഇട്ട് തന്നിട്ടില്ല ഇതുവരെ. ലൈറ്റ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇട്ട് തരണം. ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ അത് ചെയ്തു തരണം എന്ന് പറയണേ നിങ്ങളുടെ അടുത്ത്. പലയിടത്തും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്ന സംഭവങ്ങൾ ദിനംപ്രതി ആവർത്തിക്കുമ്പോൾ വീടുകൾക്ക് സമീപത്തേക്ക് ഇവ എത്താതിരിക്കാൻ ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ട്രൈബൽ നഗറിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവർ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. 98 മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തനോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് 98 ട്രൈബൽ കോളനിയിൽ 11 പേർക്ക് കിട്ടിയ ഭൂമിയാണത്. അതിൽ 5 പേര് മലയാളം വിഭാഗത്തിൽപ്പെട്ടതും ബാക്കി 6 പേര് ഉള്ളാട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവർക്ക് ഇതിൻ്റെതായ യാതൊരു രേഖകളോ ഒന്നും തന്നെ ഇവർക്ക് കൈവശം നൽകിയിട്ടില്ല. ഇപ്പോൾ ഈ വീടുകളൊക്കെ ഇടിഞ്ഞ് ഓരോ സൈഡ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. 25,000 രൂപയ്ക്കാണെന്ന് ട്രൈബലിൻ്റെ ഇതിൽ ഓരോ വീട് പണിത് കൊടുത്തത് 28 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കാട്ടാനയുടെ എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ശല്യമാണ്. രാത്രി കാലങ്ങൾ 15 എണ്ണം 20 എണ്ണം 7 എണ്ണം 8 എണ്ണം ഈ രീതിയിലാണ് ഡെയിലി ആനകൾ വരുന്നത്. അപ്പം ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എന്തെങ്കിലും ഒരു രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വീട് പണിയുന്നതിലോ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണമെങ്കിലോ ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അതിന് വേണ്ട നടപടികൾ വേണ്ടപ്പെട്ട അധികാരികൾ പഞ്ചായത്തും മുന്നോട്ട് ചെയ്യുക. ഈ കാട്ടാന ശല്യത്തിലേക്ക് ഒരു വഴിവിളക്കെങ്കിലും എത്രയും പെട്ടെന്ന്
സ്ഥാപിച്ചു കൊടുക്കാനാണ് എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വലയുകയാണ് ഇത്തനോളി ട്രൈബൽ നഗറിലെ 11 കുടുംബങ്ങൾ. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിനിടയിൽ കാടിറങ്ങുന്ന കാട്ടാനകളെ കൂടി ഭയന്ന് ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയിലാണിവർ. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ജനപ്രതിനിധികളുടെ കനിവിനായി കാത്തിരിക്കുകയാണിവർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.